I'm Dr. John Marshall. I lost 29 pounds and 5.5 inches off my waist using Hydroxycut. I strongly recommend it, both as a new doctor and someone who used it with fantastic results. Lose up to 4.5 times the weight than with diet and exercise alone. ഈ സാരി എന്ന് പറയുന്ന സാധനം ആര് കണ്ടുപിടിച്ചതാ ഞാൻ ഓർക്കണം. പുരാണത്തിലെ പാഞ്ചാലി ആയിരിക്കും. എന്തൊരു കനമായതിന് ഇതൊക്കെ ഒന്ന് തേച്ച് വൃത്തിയാക്കി എടുക്കണേ ഭയങ്കര പണിയാണ്. ഇത് ഉടുക്കുന്നയാളുടെ നടുവ് കുനിഞ്ഞു പോകില്ലെന്ന് ഞാൻ ഓർക്കണം. പ്രിൻസി, നമ്മുടെ ജോസിയേട്ടൻ കൊണ്ടുവന്ന 2 നേഴ്സുമാരെയും പുള്ളി പ്ലേസ് ചെയ്തെന്നാ കേട്ടെ. $10,000 പുള്ളിയുടെ പോക്കറ്റിൽ വീണു. നമുക്കും ഇതുപോലെ എന്തെങ്കിലും ഒരു സൈഡ് ബിസിനസ് തുടങ്ങണം, എന്നാലേ $10 പോക്കറ്റിൽ വീഴുള്ളൂ. ഒന്ന് തുടങ്ങിയതിന്റെ ബാക്കിയായി ഇരിക്കുന്നത്. ഇതിന്റെ പൊടി തട്ടി തട്ടി എന്റെ ജീവിതം തീരുമെന്നാ തോന്നുന്നത്. എന്തായിരുന്നു സായിപ്പ് കണ്ടാൽ ഉടനെ ഇത് മുഴുവനും മേടിച്ചങ്ങ് കൂട്ടുമെന്നും പറഞ്ഞ് ഒരു ചാക്ക് നിറച്ചിങ്ങോട്ട് ഇറക്കി. എന്നിട്ട് ഒരെണ്ണമെങ്കിലും വിറ്റോ? എടി, ഒരബദ്ധം ഏത് പോലീസുകാരനും പറ്റും. വീട് നിറച്ച് കമ്പും കോലും കാരണം നടക്കാൻ വയ്യാണ്ടായി. ഇത് കത്തിക്കാമെന്ന് വിചാരിച്ച ഒന്നും കത്തത്തുമില്ല. അതെ, ബിസിനസ് ആയ ഇതൊക്കെ സാധാരണയാ. ഇതിൽ നിന്ന് നമ്മൾ എന്ത് പഠിച്ചു എന്നുള്ളതാണ് പ്രശ്നം. ഉദാഹരണത്തിന്, നമ്മുടെ സാധനം നമ്മൾ തന്നെ വിൽക്കണം. അത് വല്ല കടയിൽ കൊണ്ടുവച്ചാൽ അങ്ങ് വിറ്റ് പോകത്തൊന്നുമില്ല. നീ ആ തൊടയെ അവിടെ നിർത്തിക്ക്. ഒരു കാര്യം പറയട്ടെ, വാ, ഈ വിസിറി കടവേ ഇങ്ങനെ വന്നേ. ഞാനേ ഒരു കാര്യം പറയാം, ഇവിടെ ഇരി. അതായത് നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന ഒരു സാധനമാകുമ്പോൾ അത് വിറ്റ് പോകാൻ എളുപ്പമുണ്ട്. ഉദാഹരണത്തിന്, ദൈവം തമ്പുരാൻ നിന്നോട് ചോദിക്കുക, നിനക്ക് എന്ത് കിട്ടിയാൽ സന്തോഷമാവുമെന്ന് ചോദിച്ചാൽ നീ എന്ത് പറയും? എന്റെ ഭർത്താവിന് കുറച്ച് ബുദ്ധി. പക്ഷേ ലോകത്തിൽ വിവരമുള്ള പെണ്ണുങ്ങൾ പറയും, എന്റെ ഈ പൊണ്ണത്തടി ഒന്ന് കുറച്ച് തന്നെ ദൈവമേന്ന്. ഈ ലോകത്തിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്നാ? പൊണ്ണത്തടി. അവിടെയാണ് ആയുർവേദത്തിന്റെ വരദാനം. നാട്ടിലെ ഹിറ്റ് പ്രോഡക്റ്റാ ഫാറ്റ് ബേൺ, നോ സൈഡ് എഫക്ട്. ഞാനൊരു 100 ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യാം. എന്നിട്ട് നമുക്ക് അറിയാവുന്ന ആൾക്കാർക്കൊക്കെ കൊടുക്കാം. പിന്നെ പോരാഞ്ഞതിന് നിന്റെ കൂട്ടുകാർക്കൊക്കെ കൊടുക്കാമല്ലേ ആശുപത്രിയില്. പിന്നെ വേണം എന്നെ കാണുമ്പോ മനുഷ്യർ ഓടാന്. എന്നെ കൊണ്ട് ഇതൊന്നും മേല. ഒന്നും സമ്മതിക്കല്ലേ, എന്ത് ചെയ്യാന്ന് പറഞ്ഞു. ഞാനൊരു 100 അങ്ങ് ഓർഡർ ചെയ്യാൻ പോവാ. വന്നപോലെ വരട്ടെ. ജോസിയേട്ടന് ചേച്ചിങ്ങടെ 2 അച്ഛനൊന്ന്. അച്ഛനെന്നാ വിളമ്പന് 1. അപ്പോഴത്തെ കറമ്പിയോട് ചോദിച്ചാൽ മേടിക്കുമോ? ചോദിച്ചു നോക്കാം. ഓക്കെ, ഇതാ കറമ്പി 1. നോക്കാണെ തടി നല്ലല്ലോ ഉണ്ട്. കറമ്പി 1. അങ്ങനെ കൂട്ടുമ്പോൾ 100 വിറ്റ് തീർന്നാൽ ഒരു $10,000-2,000 ലാഭം കിട്ടും. ഒത്തു വന്നാ ഞാനൊന്ന് കലക്കും. അതൊക്കെ ഡാഡിയുടെ ഒരു ഐഡിയ മക്കളെ. നല്ലൊരു വണ്ടി മേടിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. ആ കളർ പോയ കൊറോളയിട്ട് നിറയ്ക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളായി. നല്ലൊരു 2 ഫോട്ടോ എടുത്തോട്ടോ. അങ്ങനത്തെ ഫോട്ടോ വേണ്ടത്. എടുത്തോടാ. ഇനി ഇങ്ങനെ നിൽക്കണത് എടുത്തോ. താങ്ക് യു. ഓക്കെ, ആ പടം അതുപോലെ തന്നെ അതിന്റെ ഇപ്പുറത്ത്, വയറിന്റെ ഇപ്പുറത്ത് അതങ്ങോട്ട് അതങ്ങനെ അങ്ങ് ഉറപ്പിച്ചു തരാം. അവിടെ വെച്ചാല് ഇനി ഇവിടെ ആ കൊമ്പില്ലേ, ആ കൊമ്പിന്റെ പടം അതെടുത്ത് നേരെ അതിന്റെ അപ്പുറം വേ. അത് ഫ്രീ ആണെന്ന് അങ്ങോട്ട് ഇട്ടാരെ. ഈ ഫ്രീ വിത്ത് പർച്ചേസ് എന്നുള്ളത് അപ്പുറം അങ്ങോട്ട് കേട്ടോ. അങ്ങ് ഫ്രീ കൊടുത്തേക്കാം, മറ്റേ ബോട്ടിൽ മേടിക്കുന്ന കൂടെ. പിന്നെ നോബഡി വാണ്ട്സ് ഇറ്റ്. എടാ ചെറുക്കാൻ, നിനക്ക് നമ്മുടെ ആൾക്കാരെ അറിയാൻ മേലാഞ്ഞിട്ടാ. എന്നാ ഫ്രീ കൊടുത്താലും അവരെടുത്തോളൂ. ഇത് വേണ്ടെങ്കിൽ നീ എന്തിനാ ഇത് കൂടെ കൊണ്ടു വെച്ചേക്കണേ? റിംഗ് ഹോൾഡർ, വെരി ഗുഡ്. നീ എന്റെ മകൻ തന്നെ. അത് പോട്ടെ, നമുക്ക് അങ്ങോട്ട് എടുത്ത് വെച്ചോ, ശരിക്കങ്ങ് വെച്ചോ. പള്ളിക്കുടുത്തി പോയ നേരത്തെ ഇതൊക്കെ ഒന്ന് പഠിച്ചിരുന്നെങ്കിൽ ഇപ്പൊ നിന്റെ ഒന്നും സഹായം വേണ്ടായിരുന്നു. ഇതങ്ങോട്ട് നേരെ വെച്ചില്ലേ. ഇനി ഞാൻ ഇതിന്റെ കോപ്പി എടുത്താൽ നീ അത് നാറ്റിക്കാതിരുന്നേച്ചാ മതി. അതുപോലെ തന്നെ വെച്ചാല്.
വരുന്ന എല്ലാ വണ്ടിയുടെ മുമ്പിൽ ആ വിൻഷീൽഡിന്റെ ഇടയ്ക്ക് ഇത് കൂട്ട് ഓരോന്നങ്ങ് വെച്ചേക്കണം. എല്ലാ വണ്ടിയിലും വെച്ചാലേ എടാ ഒന്നിച്ചു കൊണ്ട് വെച്ച് തീർക്കരുത്, നീ ഓരോന്നേ വെക്കാവുള്ളൂ. ഇതിനൊക്കെ കാശുകളുള്ളതാ. ആ കുട്ടനെ വന്നേ, കുട്ടനോട് ഒരു കാര്യം പറയട്ടെ. ഇന്ന് പള്ളി വന്നെ ആന്റിമാരെ എല്ലാം കൊച്ചൊന്ന് ശ്രദ്ധിക്കണം. എന്നിട്ട് അതിനകത്ത് കൊടവയറുള്ള ആന്റിമാർക്ക് മാത്രം ഇത് കൂട്ട് ഓരോന്നും കൊടുക്കണം. കൊടവയറുണ്ടോ ഡാഡി? കൊടവയർ എന്ന് പറഞ്ഞാൽ ഈ കുടം പോലത്തെ വയറുള്ളതല്ലേ. ഇപ്പൊ ഡാഡിക്ക് ഒരുമാതിരി വയറുണ്ട്, ഇത് കൂട്ടൊരു 4 ഇരട്ടി ഒക്കെ തോന്നിക്കുന്ന ഇച്ചിരി വലുതായിട്ട് അങ്ങനത്തെ പെണ്ണുങ്ങൾക്ക് ആന്റിമാർക്കും കൊടുക്കണം കേട്ടോ. ഓരോന്നേ കൊടുക്കാവുള്ളൂ. മാനെ ഡാഡിക്ക് കൊടുക്കാൻ പറ്റില്ലെന്നേ. ഡാഡി കൊടുത്ത ആന്റിമാരുടെ അങ്കിൾമാർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുകയല്ല. ഒച്ചാകുമ്പോ ഒന്നും പറയല്ലോ. ആനിതൊക്കെ പിടിച്ചാ ഓരോന്ന് കൊടുത്തരാം കേട്ടോ. വിറ്റ് കാശൊക്കെ ആവുമ്പളേ 2 പേർക്കും ഐസ്ക്രീം മേടിച്ചു തരാം. പ്രിൻസി ഇവിടെ നിൽക്കണ്ട. നിന്റെ കൂട്ടുകാർക്കൊക്കെ നീ ഓരോന്നും കൊടു. അവര് പുച്ഛ. നീ കാര്യം പറഞ്ഞേ. അച്ഛനിടായിട്ട് ഇച്ചിരി തടിച്ചിട്ടുണ്ട് കേട്ടോ. ഞാനോ? ഇത് പറയാനാണോ നീ എന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വിളിപ്പിച്ചത്? അത് പറയാനൊന്നുമല്ല. പിന്നെ അച്ഛാ, ഞാൻ ഇടയാട്ടെ ഒരു ചെറിയ സൈഡ് ബിസിനസ് തുടങ്ങി. ആദ്യമായിട്ട് അച്ഛന്റെ കൈ കൊണ്ട് അതിന്റെ കൈതട്ടം മേടിക്കാൻ വിചാരിച്ചു വന്നതാ. ഇതെന്നാ ജാമോ? ജാമൊന്നും അല്ല, വണ്ണം കുറയ്ക്കാനുള്ളൊരു മരുന്നാ. നല്ല മധുര. എനിക്ക് അച്ഛനും വണ്ണം ഉണ്ടെന്നേ. എന്നാ ഞാൻ ഇതൊന്ന് കഴിച്ചു നോക്കട്ടെ, കൊള്ളാക്കി തരാം. 30 രൂപയുടെ സാധന. പക്ഷെ അച്ഛനായോണ്ട് $10 തന്നാ മതി. ദേ അത് മേടിക്കണ ഒരുത്തിന് ഇത് ഫ്രീ. ഇത് ഫ്രീയോ? അത് ഫ്രീയാ. എന്നാ നീ ഇതങ്ങ് വെച്ചോ. ഇത് പറഞ്ഞ എന്റെ മുറിയിൽ പോട്ടെ പൊടിയിട്ട് ഞാൻ എന്നാ ചെയ്യാനാ? ഇത് നീ അങ്ങ് വെച്ചോ. അച്ഛൻ നമ്മുടെ ആൾക്കാരോടൊക്കെ ഒന്ന് പറഞ്ഞു കേട്ടോ. എങ്ങനെയെങ്കിലും കച്ചവടം ഉണ്ടോ? ഒരു സൈഡ് എഫക്റ്റും ഇല്ല, ഒരു കുഴപ്പമില്ല. നല്ല വയറൊക്കെ ആലില പോലെ ആവും കഴിഞ്ഞ. ഞാൻ മധുരം ഉണ്ടോ? മധുരമൊക്കെ ഉണ്ട്, മധുരമൊക്കെ ഉണ്ട്. ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. കൊള്ളാമെങ്കിൽ ഞാൻ പറയാം. എല്ലാവരും ഒന്ന് പറയണം കേട്ടോ നമ്മുടെ കാര്യം. അപ്പൊ അതിന്റെ കാശ് വെച്ചാ? കാശോ? കഴിച്ചു നോക്കട്ടെ, കൊടുത്തു വിടാൻ കേട്ടോ. അതുപോലെ ആയിക്കോട്ടെ.